ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമുക്ക് ആദ്യം തന്നെ പ്രേക്ഷകർക്ക് വളരെ സന്തോഷകരമായിട്ടൊരു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ അമ്പലങ്ങൾ, ദേവാലയങ്ങൾ മാത്രമായിട്ടാണോ പണ്ട് മുതലേ ഉണ്ടായിരുന്നത്? അല്ല, അമ്പലങ്ങളിൽ ആരാധന നടന്നിരുന്നു. ആരാധന മാത്രമല്ല, ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല. പ്രാചീന കാലത്ത് ഒരു 2000-3000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ, ഈ അടുത്ത ഒരു 100-150 വർഷം മുമ്പ് വരെ അമ്പലങ്ങളെല്ലാം വിദ്യാലയങ്ങളും കൂടിയായിരുന്നു. ഈ ക്ഷേത്രങ്ങളോട് അല്ലെങ്കിൽ അമ്പലങ്ങളോടനുബന്ധിച്ച്, ദേവാലയങ്ങളോടനുബന്ധിച്ചാണ് കുടിപ്പള്ളിക്കൂടം നമ്മൾ കേട്ടിട്ടില്ലേ, ഈ നിലത്തെഴുത്തൊക്കെ പഠിപ്പിക്കുന്ന പണ്ട്. അതൊക്കെ പ്രവർത്തിച്ചിരുന്ന അങ്ങനെയാണ്. നമുക്ക് എഴുത്തച്ഛൻ്റെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയൊക്കെ ജീവചരിത്രം, നമുക്ക് ലഭ്യമായ ജീവചരിത്രം അതൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദേവാലയങ്ങളെല്ലാം വിദ്യാലയങ്ങളും കൂടിയാകണം എന്ന്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മഹത്തായൊരു വചനമാണത്. അതെപ്പോഴും എല്ലാവരും എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ദേവാലയങ്ങളെല്ലാം വിദ്യാലയങ്ങളും കൂടിയാകണം. അതിനാണ് അദ്ദേഹം ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠയൊക്കെ നടത്തിയത്. അറിവിൻ്റെ ദേവത എന്ന അർത്ഥത്തിലാണ് സരസ്വതി ദേവിയെ അദ്ദേഹം ശാരദാരൂപത്തിൽ അവിടെ സങ്കല്പിച്ചത്. അത് വേറെ ഇതൊന്നുമില്ല, നമ്മുടെ ഈ ആചാരാനുഷ്ഠാനബദ്ധമായ രീതിയിലല്ല. ഒരു സരസ്വതിയുടെ ഒരു പ്രതിമ, ശാരദയുടെ ഒരു പ്രതിമ അവിടെ വെച്ചു. അത് എല്ലാവർക്കും വന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകാനും ആരാധിച്ചിട്ട് പോകാനുമുള്ളൊരു കേന്ദ്രമായി അദ്ദേഹം സങ്കല്പിച്ചു അതിനെ. എന്താണ് ഇപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ കാര്യം? ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ, ആ ഗ്രാമത്തിൻ്റെ പേര് രത്തൻപൂർ കലാഗ്രാമം. അവിടെ 40 വർഷമായിട്ട് പൂട്ടിക്കിടന്നിരുന്ന ഒരു ജൈന ക്ഷേത്രം വീണ്ടും തുറന്നിരിക്കുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് 70% മുസ്ലിം ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെയാണ് ഈ ജൈന ക്ഷേത്രം തുറന്നിരിക്കുന്നത്. അതിന് മുസ്ലിങ്ങളുടെ കൂടി പിന്തുണയോടും കൂടിയിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും എല്ലാവർക്കും, നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ രത്തൻപൂർ കാല എന്ന് പറയുന്ന ഗ്രാമം എവിടെയാണെന്ന് അറിയാമോ? മൊറാദാബാദ് ജില്ലയിലാണ്, UP-യിൽ. ഈ മൊറാദാബാദ് ജില്ലയിലെ രത്തൻപൂർ കാല ഗ്രാമത്തിൽ ഏതാണ്ട് 70% മുസ്ലിങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത്. അവിടെയാണ് നമ്മുടെ രാജ്യത്തിന് നല്ല ലോകത്തിന് മാതൃകയാക്കാവുന്ന ഒരു മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം ഉയർന്നിരിക്കുന്നത് അവിടെ നിന്നാണ്. 40 വർഷമായിട്ട് അടഞ്ഞു കിടക്കുകയാണ് ഒരു ജൈന ക്ഷേത്രം, ജൈന അമ്പലം. അപ്പോൾ അവിടുത്തെ വിഗ്രഹങ്ങളൊക്കെ എടുത്തുകൊണ്ട്, ഇത് ഒരു 40 വർഷം മുമ്പ് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവിടുന്ന് ഈ ജൈന സമുദായത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥൻ, ഈ ജൈന അമ്പലത്തിൻ്റെ ഉടമസ്ഥൻ ഒരു പ്രദീപ് കുമാർ ജെയിൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും അവിടെ താമസിക്കുന്നുണ്ട്. പക്ഷേ ഈ 40 വർഷം മുമ്പ് ജൈനർ ഒരുപാട് പേര് അവിടെ വിട്ടുപോയി. അവർ വസ്തുക്കളൊക്കെ വിറ്റു, അത് പലരും വാങ്ങി. അവരങ്ങനെ അവിടുന്ന് കടന്നു പോയപ്പോൾ ഈ ക്ഷേത്രം, ഈ ആരാധനാലയം ആരും നോക്കാനില്ലാതെ അവസാനം ഈ പ്രദീപ് കുമാർ ജെയിൻ അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളൊക്കെ അവിടുന്ന് മാറ്റി മറ്റു പല ക്ഷേത്രങ്ങളിലും, കുറച്ച് അകലെയുള്ള ക്ഷേത്രങ്ങളിൽ കൊടുത്ത് അവിടെ പ്രതിഷ്ഠിച്ചു. അത് അവിടെ ആരാധനയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ എന്നിട്ട് ഈ കെട്ടിടം അങ്ങ് പൂട്ടി. പിന്നെ വിഗ്രഹം പോയി കഴിഞ്ഞാൽ പിന്നെ അത് അമ്പലമല്ലല്ലോ, വെറും കെട്ടിടമല്ലേ, അതങ്ങ് പൂട്ടി. അത് പിന്നെ പലരും, ഈ പ്രദേശത്തുള്ള പല ആൾക്കാരും കുറേയൊക്കെ അതിൻ്റെ അറ്റവും മുറിയും ഒക്കെ കയ്യേറി അവർ കടകളൊക്കെ വെച്ച് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുമായിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അവിടെ ഉള്ള ആൾക്കാർ ഈ പറഞ്ഞതുപോലെ സംഭാലിലും മറ്റുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളവരിത് പരിശോധിച്ചു. നാട്ടുകാരെല്ലാവരും കൂടെ ഈ പൂട്ടിക്കിടക്കുന്ന കെട്ടിടം എന്താണ് എന്നറിയാനായിട്ട് അവർ അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് ഈ പ്രദീപ് കുമാർ ജെയിനിനെ കണ്ടെത്തുന്നതും അദ്ദേഹത്തിൻ്റെ കുടുംബ വകയാണ് ഈ അമ്പലമെന്നും ഇവിടുത്തെ വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ മാറ്റിയിട്ടുണ്ടെന്നും ഒക്കെയുള്ള വിവരങ്ങൾ അറിയുന്നത്. ഇപ്പോൾ ഇത് കയ്യേറി വാസ്തവം പറഞ്ഞാൽ അത് കുറേ മാലിന്യങ്ങളും ഒക്കെ പെട്ട് കെട്ടിടമൊക്കെ ഇടിഞ്ഞു വീണും അങ്ങനെ വലിയ ശോചനീയമായ അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ നാട്ടുകാരെല്ലാവരും ജാതി മത ഭേദമന്യേ, മുസ്ലിങ്ങളും ഹിന്ദുക്കളും ജൈനന്മാർ കുറച്ച് പേരുണ്ട് അവിടെ, ജൈനന്മാരും എല്ലാം ചേർന്ന് ഈ ക്ഷേത്രം, ആ കെട്ടിടം പുനരുദ്ധരിച്ചു, അതിൻ്റെ വൃത്തിയാക്കി. അപ്പോൾ അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹമാണ് ഈ പ്രദീപ് കുമാർ ജെയിൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഈ നാട്ടുകാരുടെ ആവശ്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഉടനെ നടപടി സ്വീകരിച്ചു. അദ്ദേഹം ADM-നെ അങ്ങോട്ടേക്ക് അയച്ചു. പിന്നെ വിനയ് കുമാർ എന്ന് പറയുന്ന ADM അവിടെ എത്തി. ഇതെല്ലാം രേഖകളൊക്കെ പരിശോധിച്ചു, നാട്ടുകാരെ എല്ലാം വിളിച്ചുകൂട്ടി സംസാരിച്ചു.
എന്നിട്ട് ഇത് പുനരുദ്ധരിക്കാനുള്ള അനുമതി ജില്ലാ ഭരണകൂടം കൊടുത്തു. അങ്ങനെ ഈ അടഞ്ഞു കിടന്ന അതൊക്കെ തുറന്ന് അവശിഷ്ടങ്ങളൊക്കെ നീക്കി വൃത്തിയാക്കി നല്ല ഭംഗിയാക്കി എടുത്തു. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് നാട്ടുകാർക്കൊരു ചിന്ത, എങ്ങനെ വെറും ഒരു ക്ഷേത്രമായിട്ട് മാത്രം, കാരണം ഇതിൻ്റെ വിഗ്രഹങ്ങളൊക്കെ കൊണ്ടിപ്പോൾ അടുത്ത പല അമ്പലങ്ങളിലും കുറച്ചകലെയൊക്കെയുള്ള അമ്പലങ്ങളിൽ വെച്ചിട്ടുണ്ട്, അവിടെ ആരാധന നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ കെട്ടിടം തിരിച്ചെടുത്താൽ മാത്രം പോരല്ലോ, അതിനെ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഉപയോഗിക്കണമല്ലോ. അപ്പോൾ അവരെല്ലാവരും കൂടെ ആലോചിച്ചപ്പോൾ നമുക്ക് അവിടെ ഒരു ലൈബ്രറി തുടങ്ങാം, ഒരു ഗ്രന്ഥാലയം തുടങ്ങാം എന്ന് പറഞ്ഞ് ഒരു ലൈബ്രറി അവർ തുടങ്ങാൻ തീരുമാനിച്ച് അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് ഇപ്പം മുന്നോട്ട് പോവുകയാണ്. എന്തോ ചോദിക്കാൻ വന്നതുപോലെ? ഇല്ല, വളരെ സന്തോഷകരമായിട്ടൊരു വാർത്തയാണ്. കാരണം പല ക്ഷേത്രങ്ങളും ഈ രീതിയിൽ തകർക്കപ്പെട്ട അല്ലെങ്കിൽ പൂജാ കാര്യങ്ങളുമൊക്കെ തടസ്സപ്പെട്ട പല ക്ഷേത്രങ്ങളും ഒക്കെ വീണ്ടും തുറക്കുന്നു, അത് ഒരു ലൈബ്രറിയൊക്കെ ആവുന്നു എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മളെ ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം രീതിയിലൊരു അതൊരു ആരാധനാ കേന്ദ്രം എന്നതിലുപരി അതൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയായി മാറേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം. അറിവിന്റെ കേന്ദ്രം. അതെ, അറിവിന്റെ കേന്ദ്രം കൂടിയായി തീരേണ്ടതുണ്ട്. വെറും ആരാധന മാത്രമായിരിക്കരുത് അവിടെ നടക്കേണ്ടത്. അതെ, മറ്റ് പല രീതിയിലുള്ള കലാപരമായിട്ടുള്ള പഠനങ്ങൾ, അത്തരം കാര്യങ്ങളെയൊക്കെ കൂടി ക്ഷേത്രങ്ങളെ, നമ്മളെ നാട്ടിലുൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളെ രൂപീകരിക്കുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞു പരിണമിപ്പിക്കുകയാണെങ്കിൽ, ഈ പലരും ഈ ക്ഷേത്രത്തിനെയൊക്കെ കുറ്റം പറയുന്നുണ്ടല്ലോ, ആ കുറ്റം പറച്ചിലിന് വലിയ രീതിയിലുള്ളൊരു കുറവ്, ആശ്വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ എത്ര ലൈബ്രറികൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് വാസ്തവത്തിൽ ഗൗതം ഇപ്പോൾ പറഞ്ഞു ചൂണ്ടിക്കാണിച്ചത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ ആ പഴയ കുടിപ്പള്ളിക്കൂട സംസ്കാരം, നമ്മളിപ്പോൾ അങ്കണവാടി എന്ന് പറയുന്നില്ലേ, കുട്ടികളെ കളിയും ചിരിയും പാട്ടും ഒക്കെ ആയിട്ട്, ഇത് പണ്ട് ഈ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് നടന്നിരുന്നു. അവിടെ കുട്ടികളെ ഈ നിലത്തെഴുത്ത് പഠിപ്പിക്കും, മണൽ വിരിച്ചിട്ട് ആ മണലിലാണ് കുട്ടികൾ എഴുതി പഠിക്കുന്നത്, അങ്ങനെ വിരൽ കൊണ്ട് എഴുതി. അപ്പം ആ കുട്ടിക്ക് ഈ മണ്ണുമായിട്ടൊരു ബന്ധം വരും, ആത്മബന്ധം വരും. കാരണം അവൻ എഴുതി പഠിച്ചത് ഈ മണ്ണിലാണ്, അല്ലെങ്കിൽ അവൾ എഴുതി പഠിച്ചത് ഈ മണ്ണിലാണ്. അപ്പോൾ ആ മണ്ണിനോടൊരു ആത്മബന്ധം ഉണ്ടാകും. ഇതൊരു കുഞ്ഞിലൊരു സംസ്കാരമായിട്ട് വളരും. അവനപ്പോൾ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ബാലപാഠങ്ങളാണ് കുഞ്ഞിന് അവിടുന്ന് കിട്ടുന്നത്, ആ കുടിപ്പള്ളിക്കൂടത്തിൽ നിന്ന്. ഇത് നമുക്ക് തിരിച്ച് സർക്കാരിന് തന്നെ ഇത് എന്താ പറയേണ്ടത്, തിരിച്ചു കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അതിപ്പോൾ ക്ഷേത്രങ്ങളിൽ തന്നെ ആകണമെന്നില്ല. ഏത് ആരാധനാലയങ്ങളുടെ ഭാഗമായിട്ടും ഈ കുടിപ്പള്ളിക്കൂടം എന്ന സംസ്കാരം മടക്കിക്കൊണ്ടുവരാം. അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ അതിലെ പ്രാചീനമായ പാരമ്പര്യത്തിൽ എന്തൊക്കെ നന്മകളുണ്ടായിരുന്നോ അതിനെയൊക്കെ നമുക്ക് എടുക്കാം. എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിക്കളയാം. ഇന്നത്തെ കാലത്തിന് യോജിക്കുന്ന തരത്തിൽ അവയെ നമുക്ക് സ്വീകരിക്കാം. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന അതാണ്. അവർ ആ ജൈനക്ഷേത്രം ഒന്ന് ആലോചിക്കണം, അവിടെ 70% മുസ്ലിങ്ങൾ ഉള്ളൊരു പ്രദേശമാണ്. അവർക്ക് വലിയ താല്പര്യം, അവർ ഞങ്ങളുടെ കാര്യമല്ല, നിങ്ങൾ എന്ത് വേണേൽ അയക്കോ എന്ന് പറഞ്ഞ് അവർക്ക് ഒഴിയാം. അവരങ്ങനെ ചെയ്തില്ല. പകരം അവിടെ ഒരു നമ്മൾ കമ്മ്യൂണൽ ഹാർമണി എന്ന് പറയുമല്ലോ, ഒരു മതസൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചുകൊണ്ട് അവരെല്ലാവരും ചേർന്ന് തീരുമാനിച്ചു, നമുക്ക് വരുന്ന തലമുറയ്ക്ക് പ്രയോജനപ്പെടണം. അതിനെന്താ വേണ്ടത്? ഒരു നല്ല ലൈബ്രറി തുടങ്ങാം, പുസ്തകങ്ങൾ ധാരാളം വരട്ടെ, കുട്ടികൾ ഇവിടെ വന്നിരുന്ന് വായിക്കട്ടെ. എല്ലാവർക്കും അല്ലേ, വായന ഏത് പ്രായത്തിലും നടത്താവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ആ ക്ഷേത്രത്തെ വെറും ആരാധനാലയം മാത്രമാക്കി ഒതുക്കാതെ അതിനെ ഒരു അറിവിൻ്റെ കേന്ദ്രം കൂടിയാക്കി മാറ്റിയിരിക്കുന്നു. അതൊരു വളരെ സ്വാഗതാർഹമായിട്ടുള്ള സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ്. നമ്മളെ നാട്ടിലൊക്കെ ഈ ക്ഷേത്രങ്ങളിലെ ആളുകൾ സഞ്ചരിക്കുന്നത് ഈശ്വര ഭഗവാനെ എൻ്റെ മകന് നല്ലത് വരുത്തണേ, എൻ്റെ ഭർത്താവിന് നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥന മാത്രമാണ്. ക്ഷേത്രങ്ങൾ സ്വാർത്ഥപരമായ പ്രാർത്ഥനകളാണ്. ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനർജി സെന്റേഴ്സ് ആണ്. നമുക്ക് ഒരു സ്ഥലത്ത് പോയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആംബിയൻസ് ഉണ്ട്. ആ ആംബിയൻസിലൂടെ നമുക്ക് വലിയ മനസ്സമാധാനം, നമുക്ക് ആന്തരികമായിട്ടുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രങ്ങൾ എനർജി സെന്റേഴ്സ് ആണ്. പക്ഷെ അതിനെ ആ രീതിയിൽ മനസ്സിലാക്കാതെ അവിടെ പോയിരുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾ മുഴുവൻ പ്രാർത്ഥിച്ചു തീർക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തെറ്റായ ഒരു രീതിയാണെന്നാണ് മനസ്സിലാക്കാൻ. അതിനൊക്കെ മാറ്റം വരണം. ക്ഷേത്രങ്ങളിലൊക്കെ പുതിയ രീതിയിൽ രൂപീകരിക്കുക, മാറുകയൊക്കെ വേണം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പിന്തുടരണം. ഒപ്പം ക്ഷേത്രങ്ങൾ അറിവിന്റെ കേന്ദ്രങ്ങളും കൂടിയായി മാറണം. എങ്കിലേ അതിൻ്റെ എന്താ പറയുക, അത് വിഭാവനം ചെയ്തതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ ജൈനക്ഷേത്രം
പ്രദീപ് കുമാർ ജെയിൻ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ജില്ലാ ഭരണകൂടം, മൊറാദാബാദ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ളവർ വലിയൊരു മാതൃകയാണ്. ആ പ്രദേശത്തെ ജാതിമത ഭേദമന്യേ എല്ലാ നാട്ടുകാരും, എല്ലാ മനുഷ്യരും ചേർന്ന് ഒരു വലിയ മാതൃക രാജ്യത്തിന് കാണിച്ചു തരികയാണ്. നമ്മൾ യു പി എപ്പോഴും ആക്ഷേപിക്കുന്നവരാണ്. ആ യു പിയിൽ നിന്നാണ് ഈ മാതൃക ഉയർന്നു വന്നിരിക്കുന്നതെന്നും കൂടി നമ്മൾ ഓർക്കണം.